Hi students, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏൺഡ് ലീവ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി ലീവ് പോളിസിയിൽ ഏൺഡ് ലീവ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പബ്ലിക് ഹോളിഡേ ലീവ്സിനെ കുറിച്ചിട്ടാണ്. അപ്പം എന്താണ് പബ്ലിക് ഹോളിഡേയ്സ് ലീവ്സിനെ കുറിച്ചിട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം എന്താണ് പബ്ലിക് ഹോളിഡേയ്സ് അല്ലെങ്കിൽ പബ്ലിക് ലീവ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ജസ്റ്റ് ഞാനൊന്ന് വായിക്കുകയാണ്. എ പബ്ലിക് ഹോളിഡേ ഓർ എ നാഷണൽ ഹോളിഡേ or a legal holiday is a holiday generally established by law and it is usually a non-working day during the year. January 1 New Year, January 4 Pongal, January 26 Republic Day, February 24 Mahashivaratri, April 4 രാമനവമി, അങ്ങനെയുള്ള ഒരുപാട് പബ്ലിക് ഹോളിഡേയ്സ് അല്ലേ. നമ്മുടെ ഓഗസ്റ്റ് 15 നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട്, പിന്നെ ശിവരാത്രിക്ക് നമ്മൾ പബ്ലിക് ഹോളിഡേയ്സ് കൊടുക്കുന്നുണ്ട്, ക്രിസ്മസിന് നമ്മൾ ഹോളിഡേയ്സ് കൊടുക്കുന്നുണ്ട്, ബക്രീദിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പബ്ലിക് ഹോളിഡേയ്സ് ലീഗലിയും നാഷണലിയും അപ്രൂവൽ ചെയ്തിട്ടുള്ള പബ്ലിക് ഹോളിഡേയ്സ് നമ്മുടെ വർക്കിംഗ് സ്റ്റാഫിന് കൊടുക്കുന്ന ആ ഒരു ലീവിനെയാണ് എന്തെന്ന് പറയുന്നത് പബ്ലിക് ലീവ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് മെറ്റേണിറ്റി ലീവാണ്. മെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പീരീഡ് ഓഫ് അപ്രൂവ്ഡ് ആബ്സെൻസ് ഫോർ എ ഫീമെയിൽ എംപ്ലോയി granted for the purpose of giving birth and take care of infant children after being continued with the company for 80 days and 26 weeks of paid maternity leave is allowed to the females who have to be deliver a child. A female employee can adjust this leave before and after the delivery of child. Before availing this leave, a certificate from the gynecologist has to be submitted and mentioning the expected date of the delivery. Intervening national declared festival week of day will be counted as a part of leave. If because of any complication the leave has to be extended, it can be done by will fall under LOP. LOP എന്ന് പറയുന്നത് ലോസ് ഓഫ് പേയ്മെൻ്റ് ആണ്. മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് നമ്മുടെ ഫീമെയിൽസിന് വർക്കിംഗ് കമ്പനിയിൽ നിന്ന് കൊടുക്കുന്ന ഒരു ലീവാണ് എന്തെന്ന് പറയുന്നത് മെറ്റേണിറ്റി ലീവ്. അവർ ഒരു കുഞ്ഞിന് ബർത്ത് ചെയ്യുക അല്ലെങ്കിൽ കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു 7 മാസം കഴിഞ്ഞിട്ട് ലീവ് എടുക്കുക. 7 മാസം കുഞ്ഞിന് ക്യാരീഡ് ആവുന്ന ആ ഒരു 7 മാസം വരെ ഓഫീസിൽ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവരെടുക്കുന്ന ആ ഒരു ലീവിനെയാണ് എന്തെന്ന് പറയുന്നത് മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത്. അവർക്ക് ആ ലീവ് കണ്ടിന്യൂ ചെയ്യുന്നത് കുഞ്ഞിനൊരു 80-90 ദിവസം വരെ അവർക്ക് ആ ലീവ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കാം. 26 weeks ഓഫ് പെയ്ഡ് മെറ്റേണിറ്റി ലീവ്സ് അലൗഡ് ടു ഫീമെയിൽസ് ഹു ഹാവ് ടു ബി ഡെലിവർ എ ചൈൽഡ്. നമ്മളിപ്പം 7 months കഴിഞ്ഞിട്ടല്ല, മേ ബി ഒരു 9 months, ഇപ്പോൾ ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു 9 months വരെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സും ഉണ്ട്. അവർക്കെന്ന് പറയുന്നത് 26 weeks വരെ അവർക്ക് എന്തായിരിക്കും മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് പെയ്ഡ് ആയിരിക്കും. അവർക്ക് കുഞ്ഞ് ഡെലിവേർഡ് ആയി കഴിഞ്ഞിട്ട് 26 weeks വരെ അവർക്ക് എന്തായിരിക്കും പെയ്ഡ് ലീവ് ആയിരിക്കും. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ എ ഫീമെയിൽ എംപ്ലോയി ക്യാൻ അഡ്ജസ്റ്റ് ദിസ് ലീവ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് ദ ചൈൽഡ്. ആ ഒരു ഫീമെയിൽ എംപ്ലോയിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ കുഞ്ഞിനെ ഡെലിവറി ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പിൻപോ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ആ ഒരു ലീവ് എടുക്കാൻ പറ്റും. ബിഫോർ അവൈലബിങ് ദിസ് ലീവ് എ സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഗൈനക്കോളജിസ്റ്റ് ഹാസ് ടു ബി സബ്മിറ്റഡ് മെൻഷൻ ദ എക്സ്പെക്റ്റിംഗ് ഡേറ്റ് ഓഫ് ഡെലിവറി. നമ്മൾ ലീവ് അവൈലബിൾ മീൻസ് ലീവ് കൊടുക്കുന്നതിന് മുന്നേ ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നാണ് നമ്മുടെ എക്സ്പെക്റ്റിംഗ് ഡെലിവറി ഡേറ്റ് എന്നാന്നുള്ള രീതിക്കുള്ളൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒരു സബ്മിറ്റഡ് മീൻസ് ആ ഒരു സബ്മിറ്റഡ് മെൻഷൻ ചെയ്തിരിക്കണം. കാരണം എന്നാണ് ഡെലിവറിങ് ഡേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിക്കുള്ള ഒരു മെഡിക്കൽ സബ്മിഷന് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തുനിന്ന് അപ്രൂവ് വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ആ സമയത്ത് വരുന്ന എന്ത് നാഷണൽ ഹോളിഡേയ്സ് ആണെങ്കിലും എന്ത് ഫെസ്റ്റിവൽസ് ആണെങ്കിലും എന്ത് വീക്ക് ഓഫ് ആണെങ്കിലും അതൊക്കെ അവരുടെ ഒരു ലീവ് പാർട്ടായിട്ടാണ് കാണുന്നത്. ഇനി പിന്നെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ കൊണ്ട് വന്ന് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും ലോസ് ഓഫ് പേയ്മെൻ്റ് ആയിട്ടായിരിക്കും മാറുക എന്തിൽ മെറ്റേണിറ്റി ലീവിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെറ്റേണിറ്റി ലീവാണ്. പെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് എ പീരീഡ് ഓഫ് ആബ്സെൻസ് ഫ്രം വർക്ക് ഗ്രാൻഡഡ് ടു എ ഫാദർ ആഫ്റ്റർ ഓർ ഷോർട്ട്ലി ബിഫോർ ദ ബർത്ത് ഓഫ് എ ചൈൽഡ് 50 days with full pay. Leave has to be taken with 1 month of the birth of the child. അപ്പം
മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് നമ്മൾ മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് മദർ ആവാൻ പോകുന്ന ഫീമെയിൽസ്, അമ്മയാവാൻ പോകുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ലീവാണ് എന്തെന്ന് പറയുന്നത് മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത്. പെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് അച്ഛനാവാൻ പോകുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന ഒരു ലീവാണ് എന്തെന്ന് പറയുന്നത് പെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത്. ഈ പെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നോ ബിഫോറോ ആയിട്ട് എടുക്കാൻ പറ്റും. ഇതെന്ന് പറയുന്നത് 50 days ആയിരിക്കും ഈ ഒരു പെറ്റേണിറ്റി ലീവ് മീൻസ് പെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഇവർക്ക് ഫുൾ പേയ്മെൻറ്റും കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇവർ ലീവ് എടുത്തു കഴിഞ്ഞാൽ അത് ഒരു ലോസ് ഓഫ് പേയ്മെൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ കുഞ്ഞ് ജനിച്ചിട്ട് ഫസ്റ്റ് മന്ത് മാത്രമേ ഇവർക്ക് ലീവ് എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുഞ്ഞ് ജനിച്ച ആദ്യത്തെ മാസം തന്നെ ഇവരെന്ത് ചെയ്യണം, പെറ്റേണിറ്റി ലീവ് എടുത്തിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ലീവാണ്. ട്രാൻസ്ഫർ ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an employee who transfers to a new duty station from his or her current residence and who chooses to change place for residence and is eligible to transfer the leave available at one stretch within the 3 months of transfer and it can be neither be accumulated nor carried forward. അപ്പോൾ ഒരു ട്രാൻസ്ഫർ ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയിനെ ആ ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന സമയത്ത് ആ വ്യക്തിക്ക് എന്തായിരിക്കും, ആ വ്യക്തിയുടെ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യണം, ആ വ്യക്തിയുടെ എന്താ പറയുക മീൻസ് വീട്ടിലേക്കൊക്കെ പോയിട്ടൊന്ന് പറയണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ആ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യും, 3 months വിത്തിൻ 3 months ഓഫ് ട്രാൻസ്ഫറിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീവ് എടുക്കാൻ പറ്റും. ട്രാൻസ്ഫർ കൊടുക്കുന്ന സമയത്ത് ഒരു 3 മാസത്തിന് മുന്നേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീവും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് മാറാനുള്ള രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോമ്പൻസേറ്ററി ലീവാണ്. കോമ്പൻസേറ്ററി ലീവ് എന്ന് പറയുന്നത് ഇഫ് എനി എംപ്ലോയി ഈസ് റിക്വയർഡ് ടു വർക്ക് ഓർ എനി ഇമ്പോർട്ടൻറ്റ് അസൈൻമെൻറ്റ് ഓൺ നാഷണൽ ഫെസ്റ്റിവൽ ഡിക്ലയർഡ് വീക്ക് ഓഫ് ഡേ ഈസ് എലിജിബിൾ ഫോർ കോമ്പൻസേറ്ററി ഓഫ് ഓൺ ആൻഡ് അതർ വർക്കിംഗ് ഡേ officially approved is required from the department head and management to work on such national festival declared week of days. The compensatory off has to be available within the period of 3 months from the date worked. Only 2 days of compensatory offs can be combined and available at a stress. കോമ്പൻസേറ്ററി ലീവ് എന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് എൻവിറോൺമെൻറ്റിൽ എന്തെങ്കിലും ഒരു ബിഗ് അസൈൻമെൻറ്റ്സോ പ്രൊജക്റ്റോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അവരുടെ കൂടെ നാഷണൽ ഹോളിഡേയ്സിനോ ഫെസ്റ്റിവൽസിനോ അല്ലെങ്കിൽ ഡിക്ലെയർഡ് ആയിട്ടുള്ള വീക്ക് ഓഫ് ഡേയ്സിനൊക്കെ നിൽക്കാൻ പറ്റും. മീൻസ് നിന്ന് അവരുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലാത്തൊരു ലീവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു ലീവും ആ ഒരു ലീവ് എടുക്കാം, കോമ്പൻസേറ്റ് ചെയ്യാം. നമ്മൾ ഈ ഫെസ്റ്റിവലിന് ലീവ് എടുത്ത ലീവും ഫെസ്റ്റിവലിൽ നമ്മൾ വർക്ക് ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു വർക്കിംഗ് ഡേയ്സിലേക്ക് ലീവ് എടുത്ത് കോമ്പൻസേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോമ്പൻസേറ്ററി ലീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻകാഷ്മെൻറ്റ് ലീവാണ്. എൻകാഷ്മെൻറ്റ് ലീവ് എന്ന് പറയുന്നത് എൻകാഷ്മെൻറ്റ് ഓഫ് ലീവ് മീൻസ് ദാറ്റ് എംപ്ലോയി വിൽ റിസീവ് ദ ക്യാഷ് ഫോർ ലീവ്സ് വിച്ച് ആർ നോട്ട് ടേക്കൺ ബൈ ദ എംപ്ലോയേഴ്സ്. Employee can encase his leaves during the course of employment, but this amount will be full taxable, or he can encase at the time of retirement, but he will be get some expectations. Leaves eligible for encashment: earned leave, privileged leave, annual leave. Annual leave encashment is done once a year. Superannuation, റെസിഗ്നേഷൻ. നമ്മുടെ എൻകാഷ്മെൻറ്റ് ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർഡ് ആയി പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മീൻസ് നമുക്ക് ക്യാഷ് കിട്ടുക, അതേപോലെ തന്നെ നമ്മുടെ പ്രിവിലേജ് ലീവ്, നമ്മുടെ ഏൺഡ് ലീവ്, ഇങ്ങനത്തെയൊക്കെ ലീവിനെയാണ് എന്തെന്ന് പറയുന്നത്, എൻകാഷ്മെൻറ്റ് ലീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ്. The available leave balance is to check by the employee with the HR manager, and the leave should be applied by the duly filling up to the leave application from or throughout the net. The application has to be forwarded by the employee to their department head of approval, and the department head is authorized to be either granted or disapprove the leave on the valid grounds. The approved leave application has to be submitted to the HR department for recording and subsequent process. അപ്പം നമ്മുടെ എന്താണ് ഒരു ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എന്താണ്, ഒരു HR മാനേജറിനെ പോയി കാണണം. ആ ഒരു HR മാനേജർ നമുക്ക്
എത്ര ലീവ് പോളിസീസും കാര്യങ്ങളൊക്കെ ബാലൻസ് ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അത് മീൻസ് എന്തൊക്കെ ലീവ് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളോ അല്ലെങ്കിൽ ലീവ് എന്തൊക്കെ ബാലൻസ് ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ലീവ് ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും, അവർ നോക്കി അതിനെന്ത് ചെയ്യും, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ ആ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജറിൻ്റെ അപ്രൂവൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഡിസപ്രൂവ് ചെയ്യേണ്ട ലീവ് ആണെങ്കിൽ ഡിസപ്രൂവ് ചെയ്യും, ഗ്രാൻഡ് ചെയ്യേണ്ട ലീവ് ആണെങ്കിൽ ഗ്രാൻഡ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു ലീവ് പോളിസീസും കാര്യങ്ങളൊക്കെ പ്രൊസീജിയേഴ്സ് ലീവ് അപ്ലൈ ചെയ്യാൻ ഒരു എംപ്ലോയി ലീവ് അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാൻസലേഷൻ ഓഫ് ലീവ്. ക്യാൻസലേഷൻ ഓഫ് ലീവ് എന്ന് പറയുന്നത് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ക്യാൻ ഓൾസോ ക്യാൻസൽ ദ വൺസ് സാൻസ്റ്റൈഡ് ലീവ് ഓൺ ദ suitable need basis. If an employee proceeds to available the cancelled leave, then